നമസ്കാരം. മോട്ടീവ് ലാബ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹിക മാധ്യമങ്ങളിൽ മലയാളികൾക്ക് ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് വാട്സപ്പ്. സാങ്കേതികമായി വാട്സപ്പ് ഒരു സോഷ്യൽ മീഡിയ അല്ല എങ്കിൽ കൂടി അതിനെ നമ്മൾ അപ്രകാരമാണ് കണക്കാക്കി പോരുന്നത്. മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകൾ, അസോസിയേഷനുകൾ, കമ്പനികൾ, പത്രങ്ങൾ, പണ്ട് ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കൂട്ടുകാർ, ഇപ്പോൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അധ്യാപകർ, കുടുംബക്കാർ എന്നുവേണ്ട അങ്ങാടിയിൽ സ്വറ പറഞ്ഞിരിക്കുന്ന പ്രായമായ ആളുകൾ പോലും മൂന്നാൾ കൂടിയാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. പഴയ സൗഹൃദങ്ങൾ പൊടിതട്ടിയെടുക്കുന്നതിൽ വാട്സപ്പിനുള്ള പങ്ക് വളരെ വലുതാണ്. ഒപ്പം ഒരുപിടി കുടുംബങ്ങളെങ്കിലും ശിഥിലമായ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സാമൂഹിക മാധ്യമം എന്ന നിലയിൽ എങ്ങനെയാണ് വാട്സപ്പ് ഉപയോഗിക്കേണ്ടത് എന്ന രീതിയെക്കുറിച്ച് ഇപ്പോഴും പലർക്കും വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ടാണ് സമൂഹത്തിലെ ഉന്നതരായ പല ആളുകളും ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ തികഞ്ഞ പരാജയമായി മാറുന്നത്. സമൂഹത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് വാട്സപ്പ് ഉപയോഗിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന 8 പോയിന്റുകൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ലെറ്റ്സ് വാച്ച്. നമ്പർ 1, അത്യാവശ്യ ഗ്രൂപ്പുകളിൽ മാത്രം പങ്കാളികളാകുക. എല്ലാ ഗ്രൂപ്പുകളിലും നമ്മൾ വേണം എന്ന് നിർബന്ധം പിടിക്കരുത്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്ന് നല്ല രീതിയിൽ ഒഴിവായി പോരുക. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യവും സമയവും ലാഭിക്കാം. അത്യാവശ്യമാണ് എങ്കിൽ മാത്രം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്പർ 2, ഗ്രൂപ്പുകളുടെ ഉദ്ദേശവും ലക്ഷ്യവും മനസ്സിലാക്കി ഇടപെടുക. ഓരോ ഗ്രൂപ്പുകളുടെയും ഉദ്ദേശത്തിനും ലക്ഷ്യത്തിനും അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ. മത, രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഫാമിലി ഗ്രൂപ്പിൽ രാഷ്ട്രീയ കാര്യവും രാഷ്ട്രീയ ഗ്രൂപ്പിൽ ഫാമിലി കാര്യവും ദയവ് ചെയ്ത് പോസ്റ്റ് ചെയ്യരുത്. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അതിനകത്തേക്ക് ആളുകളെ ചേർക്കുന്നതിന് മുമ്പ് ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എങ്കിൽ മാത്രമായിരിക്കണം ആ ഗ്രൂപ്പിലേക്ക് നാം ആളെ ചേർക്കേണ്ടത്. നമ്പർ 3, അസത്യങ്ങൾ പ്രചരിപ്പിക്കരുത്. മറ്റു ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ സത്യാവസ്ഥ 100% ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത്തരം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുവാൻ പാടുള്ളൂ. അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നത് മാത്രമല്ല പ്രശ്നം. ഒരു സാമൂഹിക മാധ്യമം എന്ന നിലക്ക് നമ്മുടെ വിശ്വാസ്യതയെ തന്നെ അത് പിന്നീട് ചോദ്യം ചെയ്തേക്കാം. സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന മെസ്സേജുകളുടെ സത്യാവസ്ഥ അറിയുന്നതിന് നിലവിൽ ഒരുപാട് ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകൾ ലഭ്യമാണ് എന്നതുകൊണ്ട് തന്നെ അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം അത്തരം മെസ്സേജുകൾ നമ്മൾ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുവാൻ പാടുള്ളൂ. നമ്പർ 4, മെസ്സേജുകൾ അമിതമാകരുത്. അമിതമായ മെസ്സേജുകൾ അയച്ച് ആളുകളെ നമ്മൾ വെറുപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരു ഗ്രൂപ്പിലേക്ക് തന്നെ അയച്ച മെസ്സേജുകൾ വീണ്ടും വീണ്ടും അയച്ച് ആളുകളുടെ ക്ഷമയെ നമ്മൾ പരീക്ഷിക്കരുത്. ഒരു ഗ്രൂപ്പിൽ സ്ഥിരമായി മെസ്സേജുകൾ നോക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുവാനുള്ള അവകാശവുമുള്ളൂ. കാരണം ആ മെസ്സേജ് ആ ഗ്രൂപ്പിൽ നേരത്തെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുന്നത് അത്തരം ആളുകൾക്ക് മാത്രമാണ്. നാം ഒരു ഗ്രൂപ്പിൽ സജീവമായി ഇടപെടുകയും അവിടെ മെസ്സേജുകൾ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാനുള്ള അർഹതയുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്പർ 5, വീഡിയോ ഓഡിയോ മെസ്സേജുകൾക്ക് അടിക്കുറിപ്പ് നൽകുക. ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ഓഡിയോ വീഡിയോ മെസ്സേജുകൾ അയക്കുന്നുണ്ട് എങ്കിൽ അത് എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ചെറിയ ഒരു അടിക്കുറിപ്പ് നൽകുന്നത് നല്ലതായിരിക്കും. അങ്ങനെയെങ്കിൽ ഗ്രൂപ്പിലെ താല്പര്യമുള്ള ആളുകൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കാണുകയും ചെയ്യാം. വലിയ ഫയലുകളുള്ള വീഡിയോകളാണ് അയക്കുന്നത് എങ്കിൽ അതിൻ്റെ ഫേസ്ബുക്ക്, യൂട്യൂബ് ലിങ്കുകളൊക്കെ ലഭ്യമാണ് എങ്കിൽ അത്തരം ലിങ്കുകൾ അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്പർ 6, സംവാദങ്ങൾ ഒഴിവാക്കുക. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ യാതൊരു കാരണവശാലും സംവാദങ്ങൾ നടത്താതിരിക്കുക. സംവാദങ്ങളിൽ താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകൾ അത്തരം ഗ്രൂപ്പുകളിൽ ഉണ്ടാകും. സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ വാക്കുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം ആയിരിക്കണം എന്നില്ല കാണുന്നവരും കേൾക്കുന്നവരും കൊടുക്കുക. ഇമോജികൾക്ക് പോലും പലരും പല അർത്ഥങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ സംവാദത്തിനുള്ള വേദികളല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്പർ 7, അനുവാദമില്ലാതെ ഫോർവേഡ് ചെയ്യരുത്. പേഴ്സണൽ സംഭാഷണങ്ങളുടെ ഓഡിയോ വീഡിയോ മെസ്സേജുകൾ അവരുടെ അനുവാദമില്ലാതെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് മറ്റു വ്യക്തികൾക്ക് ഫോർവേഡ് ചെയ്യരുത്. പേഴ്സണൽ സംഭാഷണങ്ങളുടെ രഹസ്യം സൂക്ഷിക്കുവാനുള്ള മാന്യത നമ്മൾ കാത്തു സൂക്ഷിക്കണം.
നമ്പർ 8, ആദ്യമാകണം എന്ന മനോഭാവം ഒഴിവാക്കുക. ചില ആളുകളുടെ ഒരു മാനസിക പ്രശ്നമാണ് ഒരു മെസ്സേജ് കിട്ടിയാൽ കണ്ണും പൂട്ടി എല്ലാ ഗ്രൂപ്പുകളിലേക്കും അത് ഉടനെ അയക്കുക എന്നുള്ളത്. നമുക്കൊരു മെസ്സേജ് കിട്ടിയാൽ അത് വായിച്ചു നോക്കി കേട്ട് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ മറ്റു ഗ്രൂപ്പുകളിലേക്ക് അത് അയക്കേണ്ടത്. സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകൾക്കായി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോട്ടീവ് ലാബ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.